ഇവന്മാരുടെ വരവും പോക്കും ഒക്കെ തീർന്നായിരുന്നല്ലോ. എന്താ സാറേ? വന്ന് കഥവെന്ന് ഓർക്ക്. സാറേ വാ. അവിടെ ഞാൻ പോയിക്കോട്ടെ സർ. എന്താ ചേച്ചിയുടെ പേര്? ബേബി എന്നാണ് പേര്. ബേബി ചേച്ചി എല്ലാവരും വിളിക്കും. ബേബി ചേച്ചി, എന്തോ സാം പീറ്ററിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് നിങ്ങളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാറേ, തലേദിവസം മുതലുണ്ടായിരുന്നു. അന്നത്തെ ആഘോഷങ്ങളൊക്കെ ഉഷാറായിരുന്നോ? അടിപൊളിയായിരുന്നു സാറേ. സാം സാർ നല്ല സന്തോഷത്തിലായിരുന്നു. അന്ന് രാത്രി ചേച്ചി എപ്പോഴും അവിടെ തിരിച്ചുപോയേ? ഇത് ഒരു 9:30 ഉണ്ടാവും സാറേ. എന്താ സാറേ? ഏയ് ഒന്നുമില്ല. രാത്രി ബാക്കി വന്ന കുറച്ച് ബിരിയാണി അച്ചപ്പം കൊണ്ടുപോയായിരുന്നേ പിള്ളേർക്ക്. അപ്പൊ ബേബി ചേച്ചി പോട്ടെ, കാണാം. താൻ എത്ര കൊല്ലം ഇവിടെ ജോലി കയറിയിട്ട്? 13 വർഷമായി സാറേ. ഈ സാം പീറ്ററിന് ബന്ധുക്കളാരുമില്ല? ഒരു മകനുള്ളത് 2 ആഴ്ച മുമ്പ് കേസും വഴക്കും കൂട്ടവും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. അയാളും കുടുംബം വർഷങ്ങളായി അവിടെ തന്നെയാണ് സാറേ താമസം. പിന്നെ ബേബി ചേച്ചി ദിവസവും രാവിലെ വന്ന് തൂത്ത് തുടച്ചിട്ട് പോകും. ആ ബർത്ത്ഡേ അന്ന് അവസാനമായിട്ട് ഇവിടെ നിന്ന് ആരാ പോയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ആ, അവസാനം ഞാൻ ഗേറ്റ് പൂട്ടുന്നതിന് മുമ്പ് ഒരു ചെക്കനാ പോയത്. പക്ഷെ വന്നപ്പോൾ അവൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു സാറേ. പക്ഷെ പോയപ്പോൾ അവൻ തനിച്ചാ പോയത്. താൻ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? സാറേ വിളിച്ചാ വന്നേക്കണം കേട്ടോ. എപ്പം വേണേലും വരാം സാറേ. സിയുടെ നമ്പർ ഉണ്ട് സാറേ. കമേൻ. ആ നല്ല സമയത്താണല്ലേ വന്നത്. ACP അരുൺ. ചായ? നോ താങ്ക്സ്. അപ്പോൾ അന്വേഷണം കാര്യമായിട്ട് തുടങ്ങിയല്ലേ? ഈ കേസിൽ പോൾ വക്കീലിന് എന്താ ഇത്ര സ്പെഷ്യൽ ഇൻട്രസ്റ്റ്? സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എൻ്റെ മകൻ വിൻസെൻ്റ് നിർബന്ധിച്ചപ്പോൾ ഒന്ന് ഇറങ്ങി തിരിച്ചതാ. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചപ്പോൾ അവൻ പറഞ്ഞ സംശയങ്ങൾ ശരിയാണെന്ന് എനിക്കും തോന്നി. ഐ ന്യൂ സാം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം രാത്രി സ്വയം വിഷം കുത്തിവെച്ച് മരിക്കാൻ പാകത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ലൈഫിൽ. ഈ സാം പീറ്ററിന് പറഞ്ഞ സൂയിസൈഡ് അല്ലെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ എന്താ കാരണം? സാമിയുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. മരിക്കണേനെ തലേന്ന് എന്നെയും ജാസ്മിനെയും അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞായിരുന്നു. ഞങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ജാസ്മിൻ അതിൻ്റെ ഗേൾഫ്രണ്ടാണ്. നിങ്ങൾ തമ്മിൽ എന്താ ഇഷ്യൂസ്? സംതിങ് പേഴ്സണൽ. ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. സീംസ് ടു വിൻസെന്റ് ഇപ്പൊ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. സാം പീറ്ററിന്റെ മരണത്തിന്റെ തലേ ദിവസം ആ വീട്ടിൽ നിന്ന് അവസാനം അദ്ദേഹത്തെ കണ്ടതും ആ വീട്ടിൽ നിന്ന് അവസാനം പുറത്തേക്ക് പോയതും താങ്കൾ. സോറി, ഐ ഹാവ് സം ഡൗട്ട്സ് ഓൺ യു ടു. വക്കീൽ സാറേ, കേസ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഐ ലവ് കോംപ്ലിക്കേറ്റഡ് കേസസ്. ഓക്കെ, ശരിയെന്നാ. അപ്പാ, നമ്മുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള കോംപ്ലിക്കേഷൻസ് പോരെ? യു സ്റ്റാർട്ടഡ് ഇറ്റ്. സാമിനെ പറ്റി എന്താണ് അറിയേണ്ടത്? അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് തന്നെ. ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷമല്ലേ സാം മരണപ്പെട്ടത്? അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് ഞാൻ കേട്ടു. പുള്ളിയെക്കുറിച്ച് എന്താ അഭിപ്രായം? ഒരു ഗ്ലാസ് വെള്ളം വേണം.
ആൻറ്റി പറഞ്ഞോളൂ. ഹി വാസ് ഓൾവേസ് എ ഹാപ്പി പേഴ്സൺ. അദ്ദേഹം എനിക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല, എന്തും തുറന്നു പറയാനും എല്ലാം ഷെയർ ചെയ്യാനും ഉള്ളൊരു നല്ല റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് ഹോമിൻ്റെ അടുത്തുള്ള കോഫി ഷോപ്പിൽ ഞാനും അദ്ദേഹവും എന്നും പോകാറുണ്ടായിരുന്നു. ആൻഡ് ഹി റിയലി എൻജോയ്ഡ് ഇറ്റ്. ഈ സാമിന് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? No, no. ശത്രുക്കളാരെങ്കിലും? നോ നോട്ട് അറ്റ് ഓൾ. ഹി വാസ് ഫ്രണ്ട്ലി വിത്ത് എവറി വൺ. ഓൾഡ് ഏജ് ഹോമിൽ അദ്ദേഹത്തെ ടേക്ക് കെയർ ചെയ്ത ഡോക്ടർ നന്ദകുമാർ, കോഫി ഹൗസിൻ്റെ ഓണർ മിസ്റ്റർ മൈക്കിൾ, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു. താങ്ക് യു. ഈ US-ലുള്ള മകനുമായിട്ട് എങ്ങനെയായിരുന്നു? They were very close and he is also enjoying a rich life in US. സാമും ഇവിടെ ഹാപ്പി ആയിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. എന്നാ ശരി, ഞങ്ങൾ പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരും. ആ പോൾ സാറേ പറ. ഞാൻ വിളിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാവുന്ന ഒരു ലീഡ് എനിക്ക് കിട്ടി. അതായത് ഈ സാം മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. യു മീൻ എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി അഗ്രിമെന്റ്? യെസ്. അതായത് സാം താമസിച്ചിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ സ്ഥിരം സന്ദർശകനായിരുന്ന ഒരു ഡോക്ടർ നന്ദകുമാറിൻ്റെ പേരിൽ ടൗണിൽ ഹോസ്പിറ്റൽ തുടങ്ങാൻ ഒരു പ്രോപ്പർട്ടി, സാമിൻ്റെ മരണശേഷം അതിൻ്റെ പിന്തുടർച്ചാവകാശം, പിന്നെ ഒരു 2 കോടിയുടെ ക്യാഷ് ചെക്ക് ലീവ്സ് കൺസ്ട്രക്ഷൻ പർപ്പസസ്. ഇത് മുഴുവൻ ഈ ഡോക്ടർ ഒരാളുടെ പേരിൽ എന്തിനു എഴുതി വെച്ച് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. അത് ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടറെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്ട്രേഡ് സൊസൈറ്റിയോ ഏൽപ്പിക്കേണ്ടതായിരുന്നു. ഇസ്ന്റ് ഇറ്റ്? എക്സാക്ട്ലി. ആൻഡ് ദ ക്യൂരിയസ് തിങ് ഈസ് സാമിൻ്റെ മകനും ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കണ്ണായ ഒരു പ്രോപ്പർട്ടി, ഇത്രയധികം ഫണ്ട്സ്, അതും മരിക്കുന്നതിൻ്റെ കൃത്യം തലേ ദിവസം. ഇങ്ങനെ ഒരാളുടെ പേരിൽ എഴുതി വെക്കണമെങ്കിൽ there is something fishy about it. Putting 2 and 2 together. So you have valid doubts? You said it. Let's see. ഹലോ അരുൺ, Sir, എന്താണ് തൻ്റെ അന്വേഷണമൊക്കെ? എനി പ്രോഗ്രസ്? it's progressing, sir. ആ കേസ് റീഓപ്പൺ ചെയ്തത് മാധ്യമങ്ങൾ മെല്ലെ മണത്തറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തൻ്റെ അന്വേഷണത്തിൽ പോസിറ്റീവ് ട്രാക്ക് കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ മീഡിയ, നിനക്കറിയാലോ, വെറുതെ ഇരിക്കൂലെന്ന്. Sure, sir. ഞാൻ ശ്രമിക്കുന്നുണ്ട് സർ. നമ്മൾ വിചാരിച്ചതിലും കോംപ്ലിക്കേറ്റഡ് ആണ് ഈ കേസ്. ഐ തിങ്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് ഐ വിൽ കം അപ്പ് വിത്ത് സ്ട്രോങ് ലീഡ്, സർ. ഓക്കെ, ഗുഡ് ഗുഡ് മാൻ. ഓക്കെ സർ. എടുത്ത് സാറേ, താനെന്താടോ ഒഴിക്ക്? ഒന്നുമില്ല സാറേ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടേക്ക് വന്നാൽ. ശരി ശരി സാർ. ആ ചക്കനങ്ങനാടും പ്രശ്നക്കാരൊന്നുമല്ല സാറേ. പിന്നെ സാം പീറ്ററിൻ്റെ കോഫി ഷോപ്പിലുള്ള അടുപ്പമുണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് കാരണമാണ് അവൻ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യണത്. ഓക്കെ. ഞാൻ മോഹൻദാസ് ആയിരുന്നേ സ്റ്റേഷനിൽ നിന്ന്. ഒന്നുമില്ല സാറേ, സാറിൻ്റെ മകനെ സാം പീറ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് JCP സാറ് കണ്ടായിരുന്നു. അവനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. ഓക്കെ, അപ്പം ഞാൻ വിളിക്കാം. ഞാൻ എത്തിയാക്കാടി. ശരി, പോവാ. പോവാം.